ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗിവ് അവേയുടെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. വിന്നേഴ്സിനെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ 2.1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 പേരൊക്കെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. ഇനി ഗിവ് അവേ കഴിയുമ്പോൾ എത്ര പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമെന്ന് എനിക്കറിയില്ല. ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തവണ ഗിവ് അവേ വിന്നേഴ്സ് ആവാത്തവർ വിഷമിക്കേണ്ട. നമ്മളൊരു 5K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഗിവ് അവേ ഒക്കെ നടത്താം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. വീഡിയോ നല്ല എസ്തെറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ മഗ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ മഗ്ഗാണ് കേട്ടോ. 350 എങ്ങാണ്ടാണ് റേറ്റ്. പ്രൊഡക്റ്റിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ നമ്മളൊരു ജേർണൽ ചെയ്യാൻ പോവാണ്. 2K സബ്സ്ക്രൈബേഴ്സ് ആയതും പിന്നെ അതുപോലെ ഗിവ് അവേയുടെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടെ ഞാൻ ജേർണലിങ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള ജേർണലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ജേർണലിങ് ചെയ്യാം. എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചു 1K സബ്സ്ക്രൈബേഴ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോഴേ ഗിവ് അവേ ഒക്കെ നടത്തണോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് 1 ഇയർ എടുത്തു. ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് 1 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 2 സബ്സ്ക്രൈബറൊക്കെയാണ് കിട്ടുന്നത്. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തില്ല. കുറച്ച് നാളിടും, പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കും, കുറച്ച് നാളിടും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. പിന്നെ അത് ഇപ്പോഴാണ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ എന്നെ പണ്ട് മുതലേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഞാൻ അന്ന് തൊട്ടേ പ്ലാൻ ചെയ്തതാണ് 1K സബ്സ്ക്രൈബേഴ്സ്. ഒരു 3 മന്ത് തൊട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിവ് അവേ നടത്താമെന്ന്. പക്ഷേ അതിന് 1 ഇയർ വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാനിത് നടത്തണ്ടേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനും. എനിക്കത് പാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനിതിൽ നമ്മുടെ സപ്പോർട്ടേഴ്സ്, എന്നെ ആദ്യം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ പേരൊക്കെയാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. ഇതിൽ ലാസ്റ്റത്തെ 2 പേര് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. എന്നാലും എല്ലാത്തിലൊക്കെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ അവരുടെ നെയിം കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കണം. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം. ഈ ഒരു പേജിലാണ് ഞാൻ ഗിവ് അവേ വിന്നേഴ്സിൻ്റെ നെയിമൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പേപ്പർ എടുത്ത് കട്ടാക്കി കളറടിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഇതുപോലത്തെ പാറ്റേൺ പേപ്പർ, ഇത് നമ്മൾ ചെയ്താണ് കേട്ടോ. ആ ഒരു പാറ്റേൺ പേപ്പർ ജസ്റ്റ് കീറിയെടുത്തിട്ട് സൈഡിലൊരു ബോർഡർ പോലെ സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വാരി ഒതുക്കി വയ്ക്കുവാണ്. ഇനി നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണം. ഈ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് കുറേ കമൻറ്റ്സ് എല്ലാം വായിച്ച് നോക്കി അതിൽ നല്ലൊരു കമൻറ്റ് നോക്കി സെലക്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ കമൻറ്റ് വായിച്ച് വന്നപ്പോൾ നമുക്ക് 1K അടുപ്പിച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വെറുതെ റാൻഡം ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചൂസ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് 6 പ്രൈസസ് ആണല്ലോ കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ 6 പേരെ റാൻഡമായിട്ട്
സെലക്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോയ്ക്ക് ആരാണ് ഫസ്റ്റ് കമൻറ്റ് ചെയ്തതെന്ന്. അതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരാൾക്കും നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ടോപ്പ് കമൻറ്റേഴ്സിനും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാസമായിട്ട് എനിക്കിടയിലിടയിൽ കണ്ണിൽ പെട്ടിട്ടുള്ള ടോപ്പ് കമൻറ്റേഴ്സിനൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഓരോ മന്തും നമുക്ക് ടോപ്പ് കമൻറ്റേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെന്താ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയുള്ള വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യണം. ടോപ്പ് കമൻറ്റേഴ്സിന് സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും സെലക്ട് ചെയ്യാം. അതിനിടയ്ക്ക് കറണ്ട് പോയി. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിന്നേഴ്സ് ആയവരുടെ നെയിമൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ ജേർണലിൽ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ട് അൻവിയ MP, സെക്കൻഡ് വിന്നർ വന്നിട്ട് അമീന, തേർഡ് വിന്നർ വന്നിട്ട് അനഘ. പിന്നെ നമ്മുടെ ബോണസ് പ്രൈസസ് കിട്ടിയിട്ടുള്ളത് ശിവദ AK, ഫാത്തിമ, ഹെയർ എസ്തെറ്റിക് ആണെന്ന് തോന്നുന്നു, എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെ ടോപ്പ് കമൻറ്റേഴ്സ് വന്നിട്ട് ഫെറിക്യൂൻ, മൈമുന ഹന്ന, ഋതിക, കൃഷ്ണപ്രിയ. പിന്നെ ലേവിസ് ക്രാഫ്റ്റിന് നമ്മുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേര് എനിക്ക് എൻ്റെ ഇൻസ്റ്റ ID ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ഒരു അക്കൗണ്ടിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. മെസ്സേജിൽ അഡ്രസ്സ്, നെയിം, വീടിൻ്റെ ഫുൾ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇത്ര എനിക്ക് ഷെയർ ആക്കി തരാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.